നമസ്കാരം. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് കുറച്ച് നല്ല നാട്ടുമാങ്ങ കിട്ടിയത്. നല്ല ഫ്രഷ് നാട്ടുമാങ്ങയായിരുന്നു. ഇത് നാട്ടുമാങ്ങെന്നും കാട്ടുമാങ്ങെന്നും ഇവിടെ പറയാറുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്നാ ഉണ്ടാക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ മാംഗ്ലൂരിലെ തന്നെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള ചണ്ടുരുളി പ്രിപ്പയർ ചെയ്താലോ എന്നൊരാഗ്രഹം. സോ ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന് കുറച്ച് ഫ്രഷ് നാട്ടുമാമ്പഴം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് തോലെല്ലാം കളഞ്ഞ് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് വയ്ക്കാം. സോ ഇതിൽ അത്യാവശ്യം നല്ല മധുരമുള്ള മാമ്പഴം ഉണ്ടായിരുന്നു, ചെറിയൊരു പുളിപ്പുള്ള മാമ്പഴം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സവാള മതിയാവും. നമുക്ക് ആവശ്യത്തിന്, നിങ്ങൾക്ക് സവാള കൂടുതൽ വേണം തോന്നുവാണെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. സോ ഇതിലേക്ക് ഞാൻ 2 കാന്താരി മുളക് എടുക്കുന്നുണ്ട്. കാന്താരി മുളക് നമുക്ക് ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്കധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ 2 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായി ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് മുളക് പൊടി ഞാൻ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിലൊന്ന് ചാലിച്ച് ഒന്ന് ചൂടാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് നിങ്ങൾക്ക് ആവശ്യത്തിന് നോക്കിയിടാവുന്നതാണ്. അതോടൊപ്പം ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പിൻ്റെ അളവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ മാമ്പഴത്തിൻ്റെ ആ ഒരു ചാറൊക്കെ അതിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. സോ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് വെറുതെ കഴിക്കാനും നല്ലതാണ്, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ ഇത് ബെസ്റ്റാണ് കേട്ടോ. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിൽ രേഖപ്പെടുത്തണേ. നന്ദി, നമസ്കാരം.